ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി ഒരു സ്വകാര്യ വ്ളോഗർക്ക് കൊടുത്തൊരു ഇതിൽ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് അദ്ദേഹം ഇപ്പോഴും BJP കാരനാണെന്നുള്ളതും, പക്ഷേ ഒരു കാലത്ത് മോദിയെ വാനോളം പുകഴ്ത്തിയതാണെന്നുള്ളതും, ഇനി മോദി അങ്ങനെ പുകഴ്ത്തില്ല എന്നുള്ളതും, പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ. 2G സ്പെക്ട്രമാണ് ഒരു പരിധിവരെ ഈ പറഞ്ഞ പോലെ 2014 തെരഞ്ഞെടുപ്പിൽ മോദി വിജയിപ്പിച്ചത് എന്നുള്ളതും, അത് കൃത്യമായി മോദിക്കും BJPക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതും, കോൺഗ്രസിൻ്റെ തോൽവിക്ക് വലിയ തരത്തിലുള്ള സ്വാധീനം ചെലുത്തിയത് അത് തന്നെയാണെന്നുള്ളതും, പിന്നെ അദ്ദേഹം പല കാര്യങ്ങളും BJPക്കുള്ളിലെ പല രാഷ്ട്രീയ കാര്യങ്ങൾ ഇന്നേ വരെ ചർച്ച ചെയ്യാത്ത പല കാര്യങ്ങളും പറയുന്നുണ്ട്. മോദി ആദ്യമൊക്കെ തന്നോട് കൂടെ ഐസ്ക്രീം കഴിക്കാൻ വരുന്നുണ്ടെന്നും, അത് പിന്നെ പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സ്വഭാവം തന്നെ മാറി എന്നുള്ളതും, അദ്ദേഹം ചിരിക്ക പോലും ഇല്ലാത്ത നേതാവായി എന്നുള്ളതും, മാത്രമല്ല പിന്നെ ഐസ്ക്രീം കാണുന്ന പോയിട്ട് നേരെ കാണാൻ പോലും അദ്ദേഹത്തെ കിട്ടാത്തൊരവസ്ഥയായി എന്നുള്ളതും, ഇതൊന്നുമല്ല അദ്ദേഹത്തെ നമ്മുടെ അലോഷ്യസ് പറയുന്ന പോലെ, അതെ, സെയിം അലോഷ്യസ് പറയുന്ന പോലെ. ഇതിനെല്ലാത്തിലും അപ്പുറം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു ധനകാര്യ വിദഗ്ധനായതുകൊണ്ട് തന്നെ അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രി ആവാനുള്ള ഇത് വന്നപ്പം പല BJP നേതാക്കന്മാരും അത് ഭയന്നു എന്നുള്ളതും, കാരണം പല കോർപ്പറേറ്റ് കാര്യങ്ങൾക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കില്ല, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പിന്നെ ധനം വർദ്ധിപ്പിക്കുക എന്നുള്ളതിനപ്പുറം ആ ഒരു രീതിയിലോട്ട് പോകുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള സാധനം വന്നുകൊണ്ട് തന്നെ അതിൽ നിന്നും മനഃപൂർവ്വം ഒഴിവാക്കി എന്നുള്ളതും, പിന്നീട് നിർമ്മല സീതാരാമൻ തന്നെ പറഞ്ഞത് ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ ധനകാര്യ വകുപ്പിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ താൻ അവിടെ ഇരിക്കില്ല എന്നുള്ളതും പല കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ശരിക്ക് ആരാണ് ഇദ്ദേഹം? അദ്ദേഹത്തെ മനസ്സിലാക്കണമെങ്കിൽ ചിലർ ഒറ്റയ്ക്ക് പ്രതിഭകളാവും, പോരാളികളാവും ഒറ്റയ്ക്ക്. അവർക്ക് കമ്പനികളോ പട്ടാളോ സൈന്യങ്ങളോ ഒന്നും വേണ്ട. സുബ്രഹ്മണ്യ സ്വാമി ഒരു ഒറ്റയാനാണ്. ഒറ്റയാനെന്ന് പറഞ്ഞാൽ ധൈര്യമുള്ള ഒറ്റയാനാണ്. യൂണിവേഴ്സിറ്റി, അമേരിക്കയിലൊക്കെ പല യൂണിവേഴ്സിറ്റികളിൽ മാറി പഠിപ്പിച്ച് നല്ല വെൽ എക്സ്പീരിയൻസ്ഡാണ് സാമ്പത്തിക ശാസ്ത്രത്തിലൊക്കെ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് പാർലമെൻറ്റിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വലിയ വിമർശകനാണ് ഇയാൾ. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളെ, ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ജയപ്രകാശ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയൊക്കെ അടിയന്തരാവസ്ഥ പ്രമാണിച്ച് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ അറസ്റ്റിന് പിടികൊടുക്കാതെ നിന്ന് അണ്ടർഗ്രൗണ്ട് വർക്ക്, അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് ലഘുലേഖകൾ ഇറക്കുക, പോസ്റ്റർ ഇറക്കുക, ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്തിരുന്ന ആൾ സുബ്രഹ്മണ്യ സ്വാമിയാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു പർട്ടിക്കുലർ ഡേറ്റ് കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ ചെന്നില്ലെങ്കിൽ തുടർച്ചയായ ആബ്സെൻസിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് അംഗത്വം നഷ്ടപ്പെടുമായിരുന്നു. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന സമയത്ത് പാർലമെൻറ്റിൻ്റെ വാതിലിൻ്റെ സൈഡിലെ ഒരു ചെയറിൽ നിന്നും ചാടി എഴുന്നേക്കുന്നു. അറ്റൻഡൻസ് പറഞ്ഞ് ചാടി എഴുന്നേക്കാണ്. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ പട്ടാളം, അപ്പോഴത്തേക്കും പുറത്ത് മുഴുവൻ പട്ടാളമായി. പാർലമെൻറ്റിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റിയല്ലോ. പക്ഷേ മുഴുവൻ അരിച്ചു പിറക്കിയിട്ട് സുബ്രഹ്മണ്യ സ്വാമിയെ കിട്ടിയില്ല. അതോടെ സുബ്രഹ്മണ്യ സ്വാമി ഒരു ഹീറോ ആയി. പാർലമെൻറ്റിൽ എല്ലാ സെക്യൂരിറ്റികളോടെ ചെന്ന് തൻ്റെ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയിട്ട് അവിടുന്ന് വീണ്ടും രക്ഷപ്പെടുക. എല്ലാ സെക്യൂരിറ്റികളും കണ്ണുവെട്ടിച്ച് കൊടുക്കുന്നു, വീണ്ടും അവരെ കണ്ണുവെട്ടിച്ച്. അതൊരു സ്വാമിയുടെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറുന്നുണ്ട്. പിന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ശരിക്കും നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടില്ല. പഞ്ചവത്സര പദ്ധതി അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മാത്രം പോകുക എന്നുള്ളതല്ലാതെ ഒരു തോമസ് ഐസക് മോഡൽ വണ്ടിക്ക് ടാക്സ് കൂട്ടുക, മദ്യത്തിന് ടാക്സ് കൂട്ടുക, അല്ലെങ്കിൽ കുറയ്ക്കുക, അങ്ങനെയുള്ള പരമ്പരാഗത രീതികൾക്കപ്പുറത്തേക്ക് ഒരു കൺസർവേറ്റീവ് അല്ലാത്ത രീതിയിലേക്ക് സാമ്പത്തിക ശാസ്ത്രത്തെ കൊണ്ടുപോകാൻ തൽക്കാലം ഇവിടെ ആരും സംസാരിച്ച് വന്നിട്ടില്ല. ഞാൻ സുബ്രഹ്മണ്യ സ്വാമിയെ ആദ്യം ഓർക്കുന്നത്, ഇവിടെ ഒരു ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, PK കുഞ്ഞെന്ന് പറയും. കേരളത്തിലൊരു ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ ഒരാളെ ഒറിജിനലായിട്ട് ഉണ്ടായിരുന്നത് PK കുഞ്ഞെന്ന് പറയാൻ പറ്റും. PK കുഞ്ഞിൻ്റെ പ്രത്യേകത, ഈ കായംകുളം MS കുളമൊക്കെ അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു. PK കുഞ്ഞിൻ്റെ പ്രത്യേകത, ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതിന്നും 67 EMSൻ്റെ കാലത്ത് തുടങ്ങിയ പരിപാടിയാണ്. രണ്ട് പ്രധാന ധനാഗമ മാർഗങ്ങൾ സാധാരണ മാർഗത്തിൽ നിന്നും വ്യത്യസ്തമായി സർക്കാരിന് പൈസ കിട്ടാൻ വേണ്ടി. ഒന്ന് ലോട്ടറി, കേരള സ്റ്റേറ്റ് ലോട്ടറിയുടെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ PK കുഞ്ഞാണ്. അതാരും ഇപ്പോൾ പറയുന്നില്ല. എത്രയോ 1000 പേർക്ക് സർക്കാരിന് യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ, ബാധ്യതകളും ഇല്ലാതെ തൊഴിൽ കൊടുക്കുക. എന്ത് പറഞ്ഞാലും അത് നഷ്ടമാണെങ്കിലും ചീത്തയാണെങ്കിലും മദ്യത്തിന് ലൈസൻസ് കൊടുത്ത് കുടിപ്പിച്ച് നശിപ്പിക്കുന്നതിനേക്കാൾ ഭേദമാണ് ലോട്ടറി. കിട്ടിയാൽ ചിലർ രക്ഷപ്പെട്ടെന്ന് വരും. പിന്നെ രണ്ടാമത് PK കുഞ്ഞിൻ്റെ സംഭാവന. PK കുഞ്ഞിനെ പറയുന്നതിൻ്റെ കാര്യം സുബ്രഹ്മണ്യ സ്വാമിയെ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. PK കുഞ്ഞിൻ്റെ സംഭാവന എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സംഭാവന ലോട്ടറി മാത്രമല്ല, KSF ചിട്ടി പരിപാടി. എത്രയോ 1000 പേർ ചേർന്ന് KSF സർക്കാർ ചിട്ടി തുടങ്ങിയതും ആരാ തുടങ്ങിയിരിക്കുന്നത്? PK കുഞ്ഞ്. അപ്പോൾ സ്വന്തം ഭാവനയോടെ പുതിയ കാര്യങ്ങൾ, സാമ്പത്തിക രംഗത്ത് നയങ്ങളും പരിപാടികളും നടപ്പാക്കാനും ഖജനാവിലെ വർദ്ധിപ്പിക്കാനും പറ്റിയ ആളായിരുന്നു ആര്? PK കുഞ്ഞ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക നിലയെ കൃത്യമായി അവലോകനം ചെയ്ത ചുരുക്കം ചില ആൾക്കാരിൽ ഒരാൾ
നമുക്ക് എടുത്തു പറയാൻ പറ്റും. സുബ്രഹ്മണ്യ സ്വാമി, രണ്ടാമത് വീണ്ടും പറയാം യശ്വന്ത് സിൻഹ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കൺസർവേറ്റീവ് എക്കണോമിസ്റ്റുകൾക്ക് അപ്പുറമായിട്ട് പാഠപുസ്തകം വായിച്ച് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിന് ഒരു പുസ്തകം കൊണ്ട് കൊണ്ടുവരും, അതിൽ 4 വരി വായിക്കും. ഇതാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പഠിക്കുകയും നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തവർ. ജവഹർലാൽ നെഹ്റു പോലെ അത്തരം ആൾക്കാരെ വിട്ട് വീണ്ടും പോയിട്ടുണ്ട്. സ്വന്തമായി ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിന് പകരം സുബ്രഹ്മണ്യ സ്വാമിയെ ഇന്ന് ഭയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ പ്രധാനമായും BJP ആണ്. അത്തരം ഒരു തലച്ചോറ് ഇപ്പോൾ BJPക്ക് ഇല്ല. ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നൊരു തലച്ചോറ് BJPയിൽ ഇപ്പോൾ ആർക്കും ഇല്ല. എല്ലാവരും എങ്ങനെയെങ്കിലും അധികാരത്തിൻ്റെ ഭാഗമായി മോഡിയെ തൃപ്തിപ്പെടുത്തി അവിടെ ഇരിക്കുക എന്നുള്ള രീതിയിലേക്ക് BJP നേതാക്കന്മാർ മാറി. എല്ലാവരും, ഗഡ്കരിയാണെങ്കിൽ പോലും മോഡി എതിർത്താൽ കൊള്ളാമെന്നുണ്ടെങ്കിലും പേടിയാണ് മോഡിയെ. അമിത്ഷായ്ക്ക് പോലും ഒരു പരിധി കഴിഞ്ഞ് മോഡിക്കെതിരായിട്ട് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്വേച്ഛാധിപത്യപരമായ ജനാധിപത്യത്തിൽ സ്വേച്ഛാധിപത്യം കൊണ്ടുപോകും. BJP എന്നുള്ള ജനാധിപത്യ പാർട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സ്വേച്ഛാധിപത്യം കൊണ്ടുവരാൻ മോഡിക്ക് പറ്റി. ആരും അറിയാതെ തന്നെ മോഡിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങി. ഇപ്പോൾ സതീശനെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം വരുന്നുണ്ട്, എല്ലാം കയ്യിൽ ഒതുക്കാൻ നോക്കുന്നു എന്നുള്ള ആരോപണം കേരളത്തിൽ. ഇതെല്ലാം പരസ്പര സാമ്യമുള്ളതാണ്. എന്നാൽ പോലും ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി നമ്മൾ കാണുന്നത് മോഡിയുടെ രാഷ്ട്രീയ ഭാവി ഇന്ന് സ്വാമിക്ക് സ്വയം പ്രധാനമന്ത്രിയാകാൻ പറ്റിയല്ല, അല്ലെ സ്വയം ഒരു നേതാവാകാൻ പറ്റിയല്ല. മറിച്ച് മോഡിക്ക് വേണമെങ്കിൽ, മോഡിക്ക് സുബ്രഹ്മണ്യ സ്വാമിക്ക് വേണമെങ്കിൽ മോഡിയെ ആവശ്യത്തിൽ കൂടുതൽ ശല്യപ്പെടുത്താനും പറ്റിക്കഴിഞ്ഞാൽ ബോഫേഴ്സിൽപ്പെട്ട ചില കെണികളിലൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരെ പെടുത്തിയ പോലെ മോഡിയെ പെടുത്താനും ആര് വിചാരിച്ചാൽ സാധിക്കും? സ്വാമി വിചാരിച്ചാൽ സാധിക്കും. ആ ഭയം മോഡിക്കുണ്ട്. സ്വാമിയെ ഭയമാണ്, പക്ഷേ സ്വാമി അടുപ്പിക്കുകയില്ല. ഷോൺ ജോർജിൻ്റെ കാര്യം പറഞ്ഞില്ല, അടുപ്പിക്കുകയില്ല. പർട്ടിക്കുലർ PC ജോർജിനെ ആരെങ്കിലും അടുപ്പിക്കുമോ? എപ്പോൾ വേണമെങ്കിലും അത് അവരുടെ ബേസിക് നേച്ചറാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് സുബ്രഹ്മണ്യ സ്വാമി. സുബ്രഹ്മണ്യ സ്വാമി എതിർത്തിട്ടുണ്ട്. അതെന്തിനെ വരുന്നുണ്ട്? അന്തരിച്ച അരുൺ ജെയ്റ്റ്ലിയെ പോലുള്ള നേതാക്കളാണ് തന്നെ മന്ത്രിസഭയിൽ നിന്നും മാറ്റി നിർത്താൻ അഹോരാത്രം പ്രയത്നിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അരുൺ ജെയ്റ്റ്ലി ഇവിടുത്തെ കോർപ്പറേറ്റുകളുടെ പ്രധാനപ്പെട്ട ഏജന്റ് തന്നെയായിരുന്നു. വക്കീൽ എന്നുള്ള നിലയിലും രാഷ്ട്രീയക്കാർ എന്നുള്ള നിലയിലും BJP ആർക്ക് സുബ്രഹ്മണ്യ സ്വാമി ആരുടെയും പിടി നിൽക്കുകയില്ല. ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ആർക്കും വേണ്ടിയിട്ടാണ് ചെയ്യും. അഴിമതി ചെയ്യുമെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഴിമതി ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അത്യാവശ്യം അഴിമതിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മറിച്ച് ഈ അധികാരത്തിലിരിക്കുന്നതിനെ ഭയമില്ലാതെ എതിർക്കാൻ ഒത്തിരി പേരുണ്ട്. പക്ഷെ ഭയമില്ലാതെ പിന്നെ മാക്സിമം എക്സ്റ്റെൻഡ് വരെ പോയി എതിർക്കാൻ തയ്യാറാക്കുന്ന സ്വാമി. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒക്ടോബറോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പല മാറ്റങ്ങളും വ്യതിയാനങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളതും, മോദി അധികകാലം ഈ സ്ഥാനത്ത് ഇരിക്കില്ല എന്നുള്ളതും, മോദി ആ കസയിൽ നിന്ന് ഇറങ്ങി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് താൻ എന്നുള്ളത് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒക്ടോബർ ഈ പറഞ്ഞ പോലെ നവംബർ മാസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തൊക്കെയോ ചിലത് സംഭവിക്കാൻ പോകുന്നു അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന് വെറും ഒരു പറച്ചിലിനപ്പുറത്തോട്ട് മോദിയെയും ഈ പറഞ്ഞ പോലെ BJP ഒക്കെ തൊടാൻ പറ്റുന്നൊരു സാധനമാണോ? അല്ല, അതിന് പറ്റിയ കപ്പാസിറ്റിയൊക്കെ ഉണ്ട്, ഇൻഹറൻറ്റ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ അദ്ദേഹം CIA ഏജൻ്റാണ്, അമേരിക്കൻ ഏജൻ്റാണ്, അമേരിക്കൻ ഏജൻസികളുടെ സപ്പോർട്ടുണ്ട്. അതാണ് അതിൻ്റെ ബലം എന്ന് പറയുന്നത്. അതൊക്കെ അവിടുന്ന് ഇവിടെ വന്ന് പാർലമെൻറ്റിൽ പങ്കെടുത്തിട്ട് വീണ്ടും രക്ഷപ്പെട്ടു പോകാൻ സഹായിച്ചവരുണ്ട്. അതെ, അപ്പോൾ അത് മോശക്കാരനല്ല. നമ്മുടെ പോലീസ് മെഷീനറിയെ മറികടക്കാൻ പറ്റുന്ന കപ്പാസിറ്റി എങ്ങനെയൊക്കെയുണ്ട്. മാത്രമല്ല, ഇസ്രായേലുമായിട്ട് ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ്. പണ്ട് തൊട്ടേ പറഞ്ഞ ഇസ്രായേലുമായിട്ട് നമ്മൾ ഇസ്രായേലിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞ നിലപാടെടുത്ത നേതാവാണ്. സ്വതന്ത്ര നിലപാടാണ്. അതുപോലെ ഇസ്രായേലിനെ തെറിയും പറയും. അതുപോലെ തന്നെ ഇസ്രായേലിനെ തെറി പറയുന്നതിന് അങ്ങനെ മടിയില്ല. സ്വതന്ത്ര നിലപാടെടുക്കും ഏത് പാർട്ടിയുടെ സ്വാമി. മോഡിക്കെതിരായി സ്വാമി നീങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മോഡി താഴെപ്പായാലും ഇല്ലെങ്കിലും കുറേ രാത്രികളിൽ മോഡിക്ക് ഉറങ്ങാൻ പറ്റില്ല, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല, ഉറപ്പ്. അദ്ദേഹത്തോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ RSS രാഷ്ട്രീയ സ്വയം സേവക് മോദിയെ നിയന്ത്രിക്കുന്നുണ്ടോ എന്നുള്ള വലിയ ചോദ്യം അദ്ദേഹം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, RSS നിയന്ത്രിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പരിധി വരെ നിയന്ത്രിക്കുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ RSSനെ ചൊടിപ്പിച്ചു കഴിഞ്ഞാൽ ആരായാലും ശരി അവർ ഒരുപാട് കാലം ആ കസേരയിൽ ഇരിക്കില്ല എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു വെക്കുന്നൊരു സാധനം. RSS മോഡിക്കെതിരായിക്കൊണ്ടിരിക്കുന്നു എന്നൊരു ധ്വനി. അത് RSS മോഡിയുടെ പല നയങ്ങൾക്കും എതിരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മോഡി എളുപ്പത്തിൽ മതത്തെ കൂട്ടാൻ നോക്കുകയാണ്. മറ്റൊരു സിസ്റ്റമാറ്റിക്കായിട്ട് മതത്തെ തങ്ങളുടെ ചേരിയിലേക്ക് അടുപ്പിക്കുക എല്ലാ മതങ്ങളെയും. RSS ഒരു മതത്തിനെതിരായിട്ടൊരു നിലപാട് RSS എടുക്കില്ല, ഇവരെടുക്കും. BJP എൻ്റെ ഒത്തിരി പേരുണ്ടല്ലോ, സംഘപരിവാർ സംഘടന, ബജരംഗ് ദൾ അല്ലേ, VHP ഇവരെല്ലാം എടുക്കും. പക്ഷേ RSS അടിക്കില്ല, അങ്ങനെ നിലപാട് അടിക്കില്ല. ഇവരെ കൊണ്ട് എടുപ്പിക്കും. അതിൻ്റെ റിയാക്ഷൻ അറിയും, എന്താണ് സമൂഹത്തിൽ പറയാൻ പോകുന്നത്. എന്നിട്ടാണ് RSS ചെയ്യുന്നത്. അത് വളരെ ടാക്ടിക്കലായിട്ടാണ്. ഈ സുബ്രഹ്മണ്യ സ്വാമിക്ക് അവരുമായിട്ട് നല്ല ബന്ധമുണ്ട്, RSSുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉദാഹരണത്തിന് സുബ്രഹ്മണ്യ സ്വാമിയുടെ കൂടെ നിൽക്കുന്ന കേരളത്തിലൊരു നേതാവിൻ്റെ പേര് പറഞ്ഞാൽ
ടി ജി മോഹൻദാസ്. ടി.ജി. മോഹൻദാസ് ജനം ടി വിയുടെ ഒക്കെ ഒരു ആങ്കറായിട്ട് വരുന്ന ആളാണ് വല്ലപ്പോഴും. ചർച്ചകൾക്ക് വരാറുണ്ട് ടി ജി മോഹൻദാസ്. ടി ജി ഇങ്ങനെയൊക്കെ അനുകൂല അങ്ങനെ ഇങ്ങനെ സുബ്രഹ്മണ്യ സ്വാമിയെ സപ്പോർട്ട് ചെയ്യുന്നൊരു കേരളത്തിൽ ഇഷ്ടം പോലെയുണ്ട്. നമുക്കറിയാവുന്ന കഥകൾ വേറെ. അത് ജനതാ പാർട്ടിയിലുണ്ടായിരുന്ന കാലത്ത് സുബ്രഹ്മണ്യ സ്വാമി അറിയാവുന്നു. ഓഫീസ് രാജീവേന്ദ്ര ഓഫീസ് ഇഷ്യൊക്കെ ഏറ്റവും സജീവമായിട്ട് കൊണ്ടുവന്നേരാം. ഇപ്പം തന്നെ നമുക്ക് കേരളത്തിൽ പ്രതിപക്ഷ നേതാവെന്നുള്ളതിൽ പിണറായി വിജയനെതിരായിട്ട് ഏറ്റവും സമർത്ഥമായി അറ്റാക്ക് നടത്തിയിരിക്കുന്നത് സതീശൻ നിയമസഭയിൽ, അല്ലാതെ പുറത്ത് നടത്തിയിരിക്കുന്ന ഷോൺ ജോർജ് അല്ലേ? സത്യമാണത്. അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയുള്ള കേസിലടക്കം പലപ്പോഴും പല മാധ്യമങ്ങളും നിങ്ങളെല്ലാവരും വീണ വിജയൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥ പ്രതി വീണ വിജയൻ അല്ല എന്നുള്ളതും അത് മുൻ മുഖ്യമന്ത്രി നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണെന്നുള്ളതും അത് പറയാൻ നിങ്ങൾ മാധ്യമങ്ങൾക്ക് എന്താ ഇത്ര ഭയം എന്നാണ് അദ്ദേഹം പലപ്പോഴും ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇതാ കൺക്ലൂഡ് ചെയ്യാം. ഒരു സുബ്രഹ്മണ്യ സ്വാമി ആകാൻ ഷോൺ ജോർജ് ശ്രമിക്കുക, അല്ലാതെ ഇട്ടാവട്ടത്തിലുള്ള രാഷ്ട്രീയമായിട്ട് നടക്കാതെ ഒരു വിശാലമായ രാഷ്ട്രീയമുണ്ട്, ഭൂമിയുണ്ട്, അത് ഉപയോഗപ്പെടുത്താൻ ഷോൺ ജോർജ് ശ്രമിക്കുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസമാകുമ്പോഴത്തേക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചേഞ്ചുകളുണ്ടാകാം. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കാൻ പോവാണ്. അതിനിടയ്ക്ക് പല കാര്യങ്ങളും സംഭവിക്കും.